നമസ്കാരം. ഭരണത്തിലിരുന്ന 10 കൊല്ലം പിണറായി വിജയൻ ദ്രോഹിച്ചവർക്ക് കയ്യും കണക്കുമില്ല. സർക്കാരിൻ്റെയും വിജയൻ്റെയും പാർട്ടി നേതാക്കളുടെയും ഒക്കെ കൊള്ളരുതായ്മകളും അഴിമതികളും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന മാധ്യമപ്രവർത്തകരും പൊതുപ്രവർത്തകരും സാധാരണക്കാരും മുതൽ തുച്ഛമായ വേതന വർധനവിനു വേണ്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാസങ്ങളോളം സമരമിരുന്ന പാവപ്പെട്ട ആശാവർക്കർമാരായ സ്ത്രീകൾ വരെ വിജയൻ്റെ ദ്രോഹങ്ങൾക്ക് ഇരകളായി. അങ്ങനെ പിണറായി വിജയൻ്റെ സർക്കാർ ദ്രോഹിച്ച ഒരു NGOയാണ് ആദിവാസികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന HRDS ഇന്ത്യ. എന്നു മുതലാണ് HRDS ഇന്ത്യ പിണറായി സർക്കാരിൻ്റെ കണ്ണിലെ കരടായത് എന്ന് ചോദിച്ചാൽ, സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതി ചേർക്കപ്പെട്ട് ജയിലിൽ കിടന്ന ശേഷം പുറത്തിറങ്ങിയ സ്വപ്ന സുരേഷിന് ജോലി നൽകിയതിനു ശേഷമാണ് HRDSനെതിരെയുള്ള വേട്ടയാടൽ പിണറായി സർക്കാരും കിങ്കരന്മാരും തുടങ്ങിയത്. ഇപ്പോൾ ഭരണം മാറി. മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട പാണ്ഡ്യാലമുക്ക് വിജയൻ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് കുളയട്ടെ പോലെ കടിച്ചു തൂങ്ങിക്കിടക്കുകയാണെങ്കിലും മത്തി പൊതിഞ്ഞുകൊണ്ടുവരുന്ന ആക്രിക്കടയിൽ തൂക്കിവിറ്റ ദേശാഭിമാനിയുടെ വില പോലും അയാൾക്കിപ്പോഴില്ല. എന്തായാലും പിണറായി ഭരണം പോയതോടെ HRDS വീണ്ടും സ്വപ്നയെ തങ്ങളുടെ സ്ഥാപനത്തിൽ നിയമിച്ചിരിക്കുകയാണ്. അതോടൊപ്പം HRDS ഇന്ത്യയുടെ സ്ഥാപക സെക്രട്ടറി അജി കൃഷ്ണൻ ചില ആവശ്യങ്ങൾ കൂടി ഉന്നയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ പാണ്ഡ്യാലമുക്ക് വിജയൻ്റെ ഭരണകാലത്തെ പദ്ധതികളെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്നാണ് അജി കൃഷ്ണൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. വിജയൻ്റെ ഓരോ പദ്ധതിയിലും അഴിമതിയുണ്ടെന്നും സ്വപ്ന സുരേഷ് എല്ലാത്തിനും സാക്ഷിയാണെന്നും അജി കൃഷ്ണൻ ആരോപിക്കുന്നു. സ്വപ്ന സുരേഷിന് ജോലി കൊടുത്തതിൻ്റെ പേരിൽ HRDSനെ വേട്ടയാടുകയും എല്ലാ ഓഫീസുകളിലും റെയ്ഡ് നടത്തുകയും ചെയ്ത പിണറായി വിജയനാണ് ഉമ്മൻചാണ്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നും EDയെയും ജുഡീഷ്യറിയെയും CPM സ്വാധീനിച്ചെന്നും അജി കൃഷ്ണൻ പറയുന്നു. ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശന് പരാതി നൽകാനാണ് HRDSന്റെ തീരുമാനം. അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് HRDS നിർമ്മിച്ചു കൊടുത്ത വീടുകൾ വാസയോഗ്യമല്ലെന്ന് പറഞ്ഞ് തുടർ നിർമ്മാണങ്ങൾ തടഞ്ഞ സർക്കാരാണ് പിണറായി വിജയൻ്റേത്. എന്നാൽ സർക്കാർ ആദിവാസികൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതുമില്ല. അജി കൃഷ്ണനെ എങ്ങനെയെങ്കിലും ജയിലിലടയ്ക്കണമെന്ന് ഉറപ്പിച്ച CPM നേതാക്കൾ പോലീസിനെ കൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യിപ്പിച്ചെങ്കിലും 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ മണ്ണാർക്കാട് കോടതി അദ്ദേഹത്തിന് ജാമ്യം നൽകി വിട്ടയച്ചു. HRDSന്റെ കേരളത്തിലെ എല്ലാ ഓഫീസുകളും പോലീസ് റെയ്ഡ് ചെയ്തു. എതിരാളികളെ പിണറായി സർക്കാർ നേരിട്ട് കൊണ്ടിരുന്നത് പോലീസിനെ ഉപയോഗിച്ചായിരുന്നല്ലോ. മറുനാടൻ മലയാളിയുടെയും ക്രൈം ഓൺലൈൻ്റെയും DNA-യുടെയും I2Iയുടെയും ഒക്കെ ഓഫീസുകളിൽ റെയ്ഡ് എന്ന പേരിൽ പോലീസ് കയറിയിറങ്ങി. മറുനാടൻ്റെയും ക്രൈമിൻ്റെയും ജീവനക്കാരുടെയും അവരുടെ ബന്ധുക്കളുടെയും വീടുകളിൽ പോലും പോലീസ് കയറിയിറങ്ങി ഭീഷണിപ്പെടുത്തി അർദ്ധരാത്രി പോലും. HRDSൻ്റെയും സ്ഥിതി മറ്റൊന്നായിരുന്നില്ല. സ്വപ്ന സുരേഷിന് ജോലി നൽകിയതിൻ്റെ പേരിൽ പലതവണയാണ് HRDSൻ്റെ ഓഫീസുകളിൽ പോലീസ് കയറിയിറങ്ങിയത്. AI ക്യാമറ, നയതന്ത്ര ചാനലിലൂടെയുള്ള സ്വർണ്ണക്കടത്ത്, സ്പ്രിംഗ്ലർ, മൊബിലിറ്റി, ആറന്മുള വിമാനത്താവളത്തിന് ആവശ്യമായ ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള ശ്രമം, റെയിലിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപ മുടക്കി മഞ്ഞക്കുറ്റിയടിച്ചത്, വാടക ഹെലികോപ്റ്റർ, ഫോൺ, ഭാര്യയെയും മകളെയും ചെറുമകനെയും കൂട്ടി പല നുണകൾ പറഞ്ഞ് നടത്തിയ വിദേശ യാത്രകൾ, ശബരിമല സ്വർണ്ണക്കൊള്ള, ലൈഫ് മിഷൻ, സേഫ് കേരള, CMDRF ഫണ്ട്, CMRL ഇടപാട്, ഓഖി ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റൽ, ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടിയത്, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അഴിമതികളാണ് പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്നിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ അന്വേഷണം ശരിയായ രീതിയിൽ നടന്നാൽ പാണ്ഡ്യാലമുക്ക് വിജയൻ്റെ പോക്ക് ജയിലിലേക്ക് തന്നെയായിരിക്കും. HRDS നൽകുന്ന പരാതിയിൽ മുഖ്യമന്ത്രി VD സതീശൻ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്.